ഷ്വാൻ സെൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു ഷ്വാൻ സെൽസ് അത്രയും നിസ്സാരക്കാരനല്ല. ഷ്വാൻ സെൽസ് കാണുന്നത് ആക്സോണിന് ചുറ്റുമാണ് ആണല്ലോ. സോ ഇത്തരത്തില് ആക്സോണിന് ചുറ്റും ഷ്വാൻ സെൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻസർക്കിൾ ചെയ്യുക. അതായത് ആക്സോണിന് ചുറ്റും ഷ്വാൻ കോശങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നിരന്തരമായിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഈ ആക്സോണിന് ചുറ്റും ഷ്വാൻ കോശങ്ങളെ കാണാൻ സാധിക്കും. അത്തരത്തില് ആക്സോണിന് ചുറ്റും ഷ്വാൻ കോശങ്ങളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻസർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സ്ട്രക്ചറിന് ഒരു കൊഴുപ്പിന്റെ സ്വഭാവമാണുള്ളത്, ഒരു ലിപ്പിഡ് നേച്ചറാണുള്ളത്. ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മൈലിൻ ഷീത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ആക്സോണിന് ചുറ്റും ഷ്വാൻ കോശങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് എൻസർക്കിൾ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു ലിപ്പിഡിന്റെ ലെയറാണ്, ഒരു കൊഴുപ്പിന്റെ ആവരണത്തെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആക്സോൺ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇതൊരു ആക്സോൺ ആണ്. ഈ ആക്സോണിന് ചുറ്റുമാണ് ഷ്വാൻ കോശങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് വിചാരിക്കാം. ഒരു ഷ്വാൻകോശം, അടുത്ത ഷ്വാൻകോശം, അടുത്ത ഷ്വാൻകോശം, അടുത്ത ഷ്വാൻകോശം, വീണ്ടും വീണ്ടും ഒരു കയർ ഇങ്ങനെ ചുറ്റുകയാണെന്ന് വിചാരിക്കുക. ഇത് ആക്സോൺ ആണ്. ഞാൻ ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു കയർ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റി 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 ഇവിടെ വരെ എത്തിച്ചു. വീണ്ടും ഞാൻ ഈ കയർ ഇങ്ങോട്ട് തിരിച്ചു ചുറ്റിയാണ്, ഇവിടെ എത്തിച്ചു. വീണ്ടും ഞാൻ ഇങ്ങനെ ചുറ്റിയാണ്. എന്നിട്ട് ആ കയർ നിങ്ങൾ ഷ്വാൻകോശമാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക? ഈ ആക്സോണിന് ചുറ്റും ഷ്വാൻ കോശങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കിൾ ചെയ്യുന്നുണ്ട്, എൻസർക്കിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത്. ആർ ഫോംഡ് ബൈ റിപ്പീറ്റഡ് എൻസർക്ലിംഗ് ഓഫ് ഷ്വാൻ സെൽസ് അറൌണ്ട് ആക്സോൺ to form a lipid-like structure called myelin sheath. എങ്ങനെ പറയും? ആക്സോണിന് ചുറ്റും ഷ്വാൻ കോശങ്ങള് നിരന്തരമായി വലയം ചെയ്യുന്നതിന്റെ ഫലമായി ആക്സോണിന് ചുറ്റും രൂപപ്പെടുന്ന ഒരു ആവരണത്തെയാണ് മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത്. മൈലിൻ ഷീത്തിന് കൊഴുപ്പിന്റെ സ്വഭാവമാണുള്ളത്, ഒരു കൊഴുപ്പിന്റെ ആവരണമാണ് ഉണ്ടാകുന്നത്. ഇനി മൈലിൻ ഷീത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്, തിളങ്ങുന്ന വെള്ള നിറം. ഓക്കെ, തിളങ്ങുന്ന ബ്രൈറ്റ് വൈറ്റ് കളറാണ്. അത് ഷൈനിയാണ് കേട്ടോ. തിളങ്ങുന്ന വെള്ള നിറമാണ്. തിളങ്ങുന്ന വെള്ള നിറമാണ് ആർക്കുള്ളത്? മൈലിൻ ഷീത്തിനുള്ളത്. അതിന് കാരണം അതിലൊരു പ്രോട്ടീൻ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മൈലിൻ. ഓക്കെ അല്ലെ? മൈലിൻ ഷീത്തിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേരാണ് മൈലിൻ. അതുള്ളത് കൊണ്ട് അതിനെന്തുണ്ട്? ഒരു തിളങ്ങുന്ന വെള്ള നിറമുണ്ട്. എവിടെയാണ് മൈലിൻ ഷീത്ത് കാണുന്നത്? ആക്സോണിന് ചുറ്റുമാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത്? എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ആക്സോണിന് ചുറ്റും ഷ്വാൻ കോശങ്ങൾ നിരന്തരമായി വലയം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ഒരു കൊഴുപ്പിന്റെ ആവരണമാണ് മൈലിൻ ഷീത്ത്. അതിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. കാരണം അതിൽ എന്തുണ്ട്? മൈലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇനി എന്തിനാണ് ഈ മൈലിൻ ഷീത്ത്? മൈലിൻ ഷീത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ് ഈ മൈലിൻ ഷീത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈലിൻ ഷീത്തിന് പ്രധാനമായിട്ടും 4 ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ, ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ടു ആക്സോൺസ്. എന്താ ചെയ്യുക? ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ഇൻ ടു ആക്സോൺ. ആക്സോൺ അല്ലെങ്കിൽ നെർവ് സെൽ. ഒരു ന്യൂറോണിന് അല്ലെങ്കിൽ ന്യൂറോണിലുള്ള ആക്സോണിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ, ഓക്സിജനും പോഷക ഘടകങ്ങളും ന്യൂട്രിയൻസും എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? മൈലിൻ ഷീത്താണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ആക്സോണിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരെ സംരക്ഷിക്കുന്ന തുല്യമാണ്? ന്യൂറോണിനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. സോ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? ന്യൂറോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നവരാണ് മൈലിൻ ഷീത്ത്. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം, മൈലിൻ ഷീത്ത് കാണുന്നത് എവിടെയാണ്? ആക്സോണിന് ചുറ്റുമാണ്. ആക്സോണിന്റെ ഉള്ളിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? ഇമ്പൾസ് കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇമ്പൾസിന് എന്ത് സ്വഭാവമുണ്ട്? ചാർജ് ഉണ്ട് അല്ലെ? വൈദ്യുത വാഹമായിട്ടാണ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹമായിട്ടാണ് ഈ പറയുന്ന ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം ആക്സോണിന്റെ ഉള്ളിലൂടെ പോകുന്നത്. ആ വൈദ്യുത പ്രവാഹം ഒരിക്കലും എവിടേക്ക് വരാൻ പാടില്ല? പുറത്തേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഒരു വൈദ്യുത ഇൻസുലേറ്റർ പോലെയാണ് ആര് പ്രവർത്തിക്കുന്നത്? മൈലിൻ ഷീത്ത് പ്രവർത്തിക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ വയറിംഗ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കമ്പി കണ്ടിട്ടില്ലേ? നിങ്ങൾ വയർ കണ്ടിട്ടില്ലേ? ആ വയറിന്റെ പ്രത്യേകത എന്താണ്? ചെമ്പ് കമ്പികൾ ഉണ്ടാവും. ചെമ്പ് കമ്പികളുടെ ചുറ്റും എന്തുണ്ടാവും? ഒരു പ്ലാസ്റ്റിക്കിന്റെ ആവരണം ഉണ്ടാവും. അതിന്റെ കാരണം എന്താ? ചെമ്പ് കമ്പികളിലൂടെയാണ് കറണ്ട് പോകുന്നത്.
ഓക്കെ, അതിന്റെ ചുറ്റുമാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ആവരണം. അതുപോലെയാണ് മൈലിൻ ഷീത്ത്. ആ ചെമ്പ് കമ്പി ആക്സോൺ ആണെന്ന് വിചാരിക്കുക. ആക്സോണിലൂടെയാണ് കറണ്ടിന്റെ രൂപത്തിലാണ് ആര് കടന്നു പോകുന്നത്? ആവേഗം കടന്നു പോകുന്നത്. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള കോശങ്ങളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹം പുറത്തേക്ക് വരാൻ പാടില്ല. അത് തടഞ്ഞു നിർത്തണമെങ്കിൽ അതിന്റെ പുറത്ത് പ്ലാസ്റ്റിക്കിന്റെ ആവരണം പോലെ തന്നെ, വയറില് പ്ലാസ്റ്റിക്കിന്റെ ആവരണം കാണുന്ന പോലെ തന്നെ ആക്സോണിന് ചുറ്റും കാണുന്ന ഒരു ആവരണമാണ് എന്ത്? മൈലിൻ ഷീത്ത്. സോ അതാണ് മൈലിൻ ഷീത്തിന്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ. ഇറ്റ് ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഇനി നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇറ്റ് ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ഈ 4 ഫംഗ്ഷനും നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക. മൈലിൻ ഷീത്തിന്റെ രൂപീകരണവും അതിന്റെ 4 ഫംഗ്ഷനും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. എല്ലാ ന്യൂറോണുകൾക്കും ഇത്തരത്തിലുള്ള മൈലിൻ ഷീത്തിന്റെ ആവരണം ഉണ്ടായിരിക്കും. അതായത് എല്ലാ ന്യൂറോണിലും കാണുന്ന ആക്സോണിന് ചുറ്റും മൈലിൻ ഷീത്തിന്റെ ആവരണം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതായത് ചില ന്യൂറോണുകൾക്ക് അല്ലെങ്കിൽ ചില ന്യൂറോണിൽ കാണുന്ന ആക്സോണിന് ചുറ്റും മൈലിൻ ഷീത്തിന്റെ ആവരണം ഉണ്ടാകില്ല. എന്നാൽ ചില ന്യൂറോണിന്റെ ആക്സോണിന് ചുറ്റും മൈലിൻ ഷീത്തിന്റെ ആവരണം ഉണ്ട്. അതായത് നമ്മുടെ തലച്ചോറ്, ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡ്, സുഷുമ്ന. തലച്ചോറിലും സുഷുമ്നയിലും കാണുന്ന നാഡികളിലെല്ലാം മൈലിൻ ഷീത്തിന്റെ ആവരണം ഉണ്ടായിരിക്കും. അങ്ങനെ മൈലിൻ ഷീത്തിന്റെ ആവരണമുള്ള ന്യൂറോണിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? വൈറ്റ് മാറ്റർ മീൻസ് മൈലിനേറ്റഡ് ന്യൂറോൺസ്. ഓക്കെ, മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാല് മൈലിൻ ഷീത്തിന്റെ ആവരണമുള്ള ന്യൂറോണുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. എന്തുകൊണ്ടാണ് വൈറ്റ് മാറ്റർ എന്ന് വിളിക്കാൻ കാരണം മനസ്സിലായല്ലോ? അതിന്റെ കളർ എന്തായിരിക്കും? ബ്രൈറ്റ് കളർ ആയിരിക്കും. കാരണം എന്താണ്? അതിൽ മൈലിൻ ഷീത്ത് ഉണ്ട്. ഓക്കെ അല്ലേ? സോ വൈറ്റ് മാറ്റർ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. വെറും ന്യൂറോൺസ് അല്ല, മൈലിനേറ്റഡ് ന്യൂറോൺസ്. ഓക്കെ, മൈലിൻ ഷീത്തിന്റെ ആവരണമുള്ള ന്യൂറോണുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. എന്നാൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ചില ന്യൂറോണുകളുടെ ആക്സോണിന് ചുറ്റും ആരുണ്ടാവില്ല? മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല. അങ്ങനെ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. എന്താണ് ഗ്രേ കളർ വരാൻ കാരണം? അതിൽ ആരില്ല? മൈലിൻ ഷീത്ത് ഇല്ല. മൈലിൻ ഷീത്ത് ഉണ്ടെങ്കിൽ വെള്ള കളർ വരുമായിരുന്നു. മൈലിൻ ഷീത്ത് ഇല്ലാത്തതുകൊണ്ട് ഗ്രേ കളറാണ്. അപ്പൊ ആ 2 ടേം നിങ്ങൾ ഓർത്ത് വെക്കുക, വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. അതേപോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കുക, മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്. ഓക്കെ അല്ലേ? പേര് കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നുന്നു, പക്ഷെ വളരെ നിസ്സാരനാണ്. ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആക്സോണിന് ചുറ്റും ഷ്വാൻ കോശങ്ങളുണ്ട്. ഓക്കെ, ഇതേ ഷ്വാൻ കോശത്തിന്റെ അതേ സ്വഭാവമുള്ള മറ്റൊരു കോശമാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സാധാരണ നമ്മുടെ ന്യൂറോണുകൾക്കെല്ലാം ഷ്വാൻ കോശത്തിന്റെ ആവരണമുണ്ട്. എന്നാൽ നമ്മുടെ തലച്ചോറിലും സുഷുമ്നയിലും ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണുന്ന ന്യൂറോണുകൾക്കെല്ലാം ഷ്വാൻ കോശത്തിന് പകരം അവിടെ കാണുന്നത് ആരായിരിക്കും? ഒലിഗോഡെൻഡ്രോസൈറ്റുകളായിരിക്കും. കാരണം അവിടെ ഒലിഗോഡെൻഡ്രോസൈറ്റിന് ഒരുപാട് ന്യൂറോണുകളെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഷ്വാൻ കോശത്തിന് അത് സാധിക്കില്ല. ഷ്വാൻ കോശത്തിന് സർക്കിൾ ചെയ്യാൻ പറ്റുന്ന ന്യൂറോണുകൾക്ക് ഒരു പരിമിതിയുണ്ട്. അതായത് ഷ്വാൻ കോശങ്ങൾക്ക് വലയം ചെയ്യാൻ പറ്റുന്ന ആക്സോണുകളുടെ എണ്ണത്തിന് ഒരു പരിമിതിയുണ്ട്. പക്ഷെ നമ്മുടെ തലച്ചോറിലും സുഷുമ്നയിലും ഒരുപാട് ന്യൂറോണുകൾ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ന്യൂറോണുകളെ ചേർത്ത് പിടിക്കേണ്ടി വരും. അതിനുള്ള കഴിവ് ആർക്കുണ്ട്? ഒലിഗോഡെൻഡ്രോസൈറ്റിനുണ്ട്. അതുകൊണ്ട് തലച്ചോറിലും സുഷുമ്നയിലും കാണുന്ന ന്യൂറോണുകൾക്ക് ചുറ്റും ഒലിഗോഡെൻഡ്രോസൈറ്റിന്റെ ആവരണമാണുള്ളത്, അല്ലാതെ ഷ്വാൻ സെൽസിന്റെ ആവരണമല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ ഷ്വാൻ സെൽസിന് സമാനമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന മറ്റു കോശങ്ങളാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്. ഇതും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 1 വേർഡിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം, നാഡീകോശത്തിൽ ആദ്യം ഉദ്ദീപനം എത്തുന്നത് ഡെൻഡ്രൈറ്റിലാണ്. പിന്നീട് അത് എവിടേക്ക് പോകും? ഡെൻഡ്രോണിലേക്ക് പോകും. അപ്പൊ അത് ആവേഗമായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഡെൻഡ്രോണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് കോശ ശരീരത്തിലെത്തും. കോശ ശരീരത്തിൽ നിന്ന് അടുത്ത ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിലൂടെയാണ് ആര് സഞ്ചരിക്കുന്നത്? ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം സഞ്ചരിക്കുന്നത്. എന്നിട്ടാണ് എവിടെ എത്തുന്നത്? ആക്സോൺ ആയിട്ടിലെത്തുക. സോ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലെ, ആക്സോൺ എന്ന് പറയുന്നത് വളരെ നീളം കൂടിയ ഒരു ഭാഗമാണ്. ആ നീളം കൂടിയ ഭാഗത്തിലൂടെ എങ്ങനെയാണ് ഈ ഇമ്പൾസ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇമ്പൾസ് ഉണ്ടാകുന്നത് അല്ലെ, സ്റ്റിമുലസ് എങ്ങനെയാണ് ഇമ്പൾസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇമ്പൾസിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത കോൺസെപ്റ്റ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ഈ ആക്സോണിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചു വെച്ചിട്ടുള്ള കഷ്ണങ്ങളാണ് ഇത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടുന്ന് ആക്സോണിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അങ്ങനെയുള്ള കട്ട് ചെയ്തെടുത്ത പീസുകളാണ് ഇതെന്ന് വിചാരിക്കുക. ഇത് ആക്സോൺ നോർമൽ സ്റ്റേറ്റിലാണ് കേട്ടോ. ആക്സോണിന്റെ നോർമൽ സ്റ്റേറ്റ് ആണിത്. ഇറ്റ് ഈസ് എ നോർമൽ സ്റ്റേറ്റ് ഓഫ് ആക്സോൺ.
ആക്സോണിന്റെ നോർമൽ സ്റ്റേറ്റ് ആണ്. നോർമൽ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താ നോക്കിയേ, ആക്സോണിന്റെ പുറത്ത് ഔട്ടർ റീജിയനിൽ പോസിറ്റീവ് ചാർജ് ആണ്, ഇന്നർ റീജിയനിൽ നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ അല്ലെ? നോർമൽ സ്റ്റേറ്റില് ആക്സോണിന്റെ പ്ലാസ്മ മെംബ്രെയിനിന്റെ പുറത്ത്, പ്ലാസ്മ സ്തരത്തിന്റെ ബാഹ്യഭാഗത്ത് പോസിറ്റീവ് ചാർജും ആന്തരഭാഗത്ത് നെഗറ്റീവ് ചാർജുമാണ്. നോക്കി, ഈ പ്ലാസ്മ സ്തരത്തിന്റെ രണ്ട് ഭാഗത്ത് നോക്കിയാൽ ബാഹ്യഭാഗത്ത് പോസിറ്റീവ് ആണ്, ആന്തരഭാഗത്ത് നെഗറ്റീവ് ചാർജ് ആണ് നോർമൽ സ്റ്റേറ്റിൽ. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അയോണുകളുടെ ക്രമീകരണം അല്ലെങ്കിൽ വിന്യാസത്തിൽ വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലെ? പ്ലാസ്മ സ്തരത്തിന്റെ ഇരുവശത്തുമുള്ള അയോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ആ അയോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഇവിടെ ബാഹ്യഭാഗത്ത് പോസിറ്റീവും ആന്തരഭാഗത്ത് നെഗറ്റീവും ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെ അയോണുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സോഡിയവും പൊട്ടാസ്യവുമാണ്. അവിടെ സോഡിയം പൊട്ടാസ്യം പമ്പുകളുടെ എല്ലാം പ്രവർത്തനമുണ്ട്. അതെല്ലാം നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. സോ ഇപ്പൊ നമുക്ക് വേണ്ടത് പ്ലാസ്മ സ്തരത്തിന്റെ പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും ആണ് നോർമൽ സ്റ്റേറ്റിൽ. ഉദ്ദീപനം ഒന്നും വരാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് കണ്ടീഷൻ ആണ്. രണ്ടാമത്തെ എന്താണ്? സ്റ്റിമുലേറ്റഡ് കണ്ടീഷൻ ആണ്. അതായത് ഒരു ഉദ്ദീപനം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആദ്യത്തേത് ഉദ്ദീപനം വരാത്ത അവസ്ഥയായിരുന്നു. രണ്ടാമത്തെ അവസ്ഥയിൽ ആര് വന്നിട്ടുണ്ട്? സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലി വന്നിട്ടുണ്ട്, ഉദ്ദീപനം വന്നിട്ടുണ്ട്. അല്ലേ? ഉദ്ദീപനം വന്നപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയേ. ആദ്യം പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും ആയിരുന്നു. പ്ലാസ്മ സ്തരത്തിന്റെ ബാഹ്യഭാഗത്ത് പോസിറ്റീവും ആന്തരഭാഗത്ത് നെഗറ്റീവും ആയിരുന്നു. ഉദ്ദീപനം വന്നപ്പോ എന്താ സംഭവിച്ചത്? ഉദ്ദീപനം വന്നിട്ടുള്ള ആ ഭാഗത്ത് മാത്രം, നോക്കിയേ, ഉദ്ദീപനം വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രം എന്ത് സംഭവിച്ചോ? ചാർജില് വ്യത്യാസം ഉണ്ടായി. നോക്കിയേ, പുറത്ത് എന്തായിട്ട് മാറി? നെഗറ്റീവ് ചാർജായി മാറി, അകത്ത് പോസിറ്റീവായി. പുറത്ത് നെഗറ്റീവ്, അകത്ത് പോസിറ്റീവ്. എവിടെ മാത്രം? ഉദ്ദീപനം എത്തിയിട്ടുള്ള ആ ഒരു പോയിന്റിൽ മാത്രം. ഉദ്ദീപനം എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സോഡിയം പൊട്ടാസ്യം പമ്പില്ലേ, അതിന്റെ പ്രവർത്തനത്തിലൊക്കെയാണ് മാറ്റം വരിക. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ബാഹ്യഭാഗത്തുള്ള പോസിറ്റീവ് ചാർജ് എന്തായി മാറും? ആന്തരഭാഗത്തേക്ക് പോകും. എന്നാൽ ആന്തരഭാഗത്തുള്ള നെഗറ്റീവ് ചാർജ് എവിടേക്ക് പോകും? ബാഹ്യഭാഗത്തേക്ക് പോകും. സോ ആ ഉദ്ദീപനം വന്നിട്ടുള്ള ആ ഒരു പോയിന്റിൽ മാത്രമാണ് ഈ ചാർജിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്. സോ ഇങ്ങനെയുള്ള അവസ്ഥ എങ്ങനെയായിട്ട് മാറി? ഇങ്ങനെയായിട്ട് മാറിയപ്പോ ഉദ്ദീപനം വന്നപ്പോൾ. അപ്പൊ ഇത് എന്ത് കണ്ടീഷനാണ്? സ്റ്റിമുലേറ്റഡ് കണ്ടീഷനാണ്. ഇതെന്താണ്? നോർമലാണ്. ഇനി എന്താ സംഭവിക്കുക? നമുക്ക് എളുപ്പത്തിൽ അറിയാം അല്ലെ? നമുക്കറിയാം വിപരീത ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? ആകർഷിക്കും അല്ലെ? അപ്പൊ നോക്കി, ഇവിടെ നെഗറ്റീവ് ചാർജ്, അടുത്തത് എന്താണ്? പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു ആകർഷണം ഉണ്ടോ? ഇവിടെ അതേപോലെ പോസിറ്റീവ് ആണ്, ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ചാർജിലുണ്ടായ മാറ്റം എവിടേക്ക് പോകും? അടുത്ത ഭാഗത്തേക്ക് പോകും. അതാണ് അടുത്ത ചിത്രം. നോക്കിയേ, ആ ചാർജിലുണ്ടായ മാറ്റം എവിടേക്ക് പോയി? അടുത്ത ഭാഗത്തേക്ക് പോയി. ഓക്കെ അല്ലേ? വീണ്ടും ഈ ഭാഗം എന്തായി മാറി? പഴയതുപോലെയായി മാറി. ഈ ഭാഗം വീണ്ടും എന്തായിട്ട് മാറി? പഴയതുപോലെയായിട്ട് മാറി. കാരണം ഇവിടെ ഇപ്പൊ ഉദ്ദീപനം ഉണ്ടോ? ഇല്ല. ഉദ്ദീപനം എവിടേക്ക് പോയി? ആദ്യം ഇവിടെയായിരുന്നു ഉദ്ദീപനം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ചാർജ് മാറി. ഇപ്പൊ ഉദ്ദീപനം എവിടേക്ക് പോയി? അടുത്ത ഭാഗത്തേക്ക് പോയി. അപ്പൊ പിന്നെ ഇവിടെ ഉദ്ദീപനം ഉണ്ടോ? അവിടെ ഉദ്ദീപനം ഇല്ല, അല്ലെങ്കിൽ ഇമ്പൾസ് ഇല്ല, ആവേഗം ഇല്ല. അതുകൊണ്ട് ഈ ഭാഗം എന്തായിട്ട് മാറും? പഴയതുപോലെയായിട്ട് മാറും. അതാണ് ഇവിടെ കണ്ടോ, പഴയതുപോലെയായി. ഇപ്പൊ ചാർജ് എവിടെ എത്തി? ഇവിടെ എത്തി. ഇനി എന്താ സംഭവിക്കുക? ഈ ചാർജ് അടുത്ത ഭാഗത്തേക്ക് പോകും. അതാണ് ഇത് ഈ ചിത്രം കണ്ടോ. ചാർജ് എവിടേക്ക് പോയി? അടുത്ത ഭാഗത്തേക്ക് പോയി. അപ്പൊ വീണ്ടും ഈ ഭാഗം എന്തായി മാറി? പഴയതുപോലെയായിട്ട് മാറി. ഇതെന്ത് ചെയ്യും? വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് പോകും. സോ ഇങ്ങനെയാണ് ചാർജ് ട്രാൻസ്ഫർ ചെയ്ത് എവിടെ എത്തുക? അവസാനം ആക്സോണൈറ്റിലെത്തുക. ഇങ്ങനെയാണ് ഉദ്ദീപനം എങ്ങനെയാണ് ഇമ്പൾസ് ആയിട്ട് മാറി. മനസ്സിലായി? ഇവിടെ ചാർജിനുണ്ടാകുന്ന വ്യത്യാസം. ഉദ്ദീപനം വന്നപ്പോഴാണ് എന്തുണ്ടായത്? ഈ ചാർജിൽ എന്തുണ്ടായിട്ടുള്ളത്? വ്യത്യാസം ഉണ്ടായിരുന്നു. ഉദ്ദീപനം വന്നപ്പോഴാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് മാറിയത്. ഉദ്ദീപനം വന്നപ്പോൾ ചാർജ് മാറി. അപ്പോഴാണ് അവിടെ എന്ത് ജനറേറ്റ് ചെയ്തത്? ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം ഉണ്ടായത്. പിന്നീട് ഈ ആവേഗമാണ് അടുത്ത അതിലേക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഉദ്ദീപനവും സ്റ്റിമുലസും തമ്മിലുള്ള വ്യത്യാസം. ഉദ്ദീപനത്തിന് എന്തില്ല? ചാർജ് ഇല്ല. പക്ഷെ സ്റ്റിമുലസിന് എന്തുണ്ട്? ചാർജ് ഉണ്ട്. അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഉദ്ദീപനം വന്നപ്പോഴാണ് ഇവിടെ ചാർജിലുള്ള മാറ്റം ഉണ്ടായതും ചാർജ് രൂപപ്പെട്ടതും. അതാണ് ആ ചാർജിനെയാണെങ്കിൽ, ആ രൂപപ്പെട്ട മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെയാണ് ആവേഗം ആരിലൂടെ കടന്നു പോകുന്നത്? ആക്സോണിലൂടെ കടന്നു പോകുന്നത്. സോ ഇവിടെ ഈ പിക്ചർ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നോർമൽ സ്റ്റേറ്റ് പഠിച്ചു വെക്കുക, സ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റും. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. പിന്നെ ഉദ്ദീപനം വരുമ്പോഴാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം ഉണ്ടാകുന്നത് കൂടി പഠിച്ചു വെക്കുക. ഇവിടെ ഉദ്ദീപനം വന്നപ്പോഴാണല്ലോ എന്തുണ്ടായിട്ടുള്ളത്? ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം ഉണ്ടായിട്ടുള്ളത്. അതും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ന്യൂറോണുകളിലൂടെയൊക്കെ പോകുന്ന സന്ദേശം അവസാനം തലച്ചോറിൽ എത്തേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെ? തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ആ സന്ദേശം തിരിച്ച് ഏതാണോ ബന്ധപ്പെട്ട അവയവം അവിടേക്ക് എത്തുകയും വേണം.
അതായത് ഇവിടെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂറോണുകൾ തലച്ചോറുമായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട് അല്ലെ. ന്യൂറോണിന്റെ ഒരു അറ്റം അല്ലെങ്കിൽ ഈ നാഡീകോശത്തിന്റെ ഒരു അറ്റം തലച്ചോറിലുള്ള കോശങ്ങളുമായിട്ട് ബന്ധപ്പെടണം. ഓക്കെ അല്ലേ. അതുപോലെ രണ്ട് ന്യൂറോണുകൾ അടുത്ത് വരുമ്പോഴും അവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഓക്കെ. അതുപോലെ ന്യൂറോണുകളും ഗ്രന്ഥികളും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പൊ ഒരു ഗ്രന്ഥി ഇവിടെ ഉണ്ട്, അതിനടുത്ത് ന്യൂറോൺ ഉണ്ടെങ്കിൽ ആ ഗ്രന്ഥിയും ന്യൂറോണും തമ്മിൽ അടുത്തടുത്ത് വരുന്നൊരു ഭാഗമുണ്ട്. ഇത്തരത്തില് ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ്. ഓക്കെ. സോ സിനാപ്സ് ആർ ദ ഫങ്ഷണൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷന്, ഫങ്ഷണൽ ആയിട്ടുള്ള ജംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സിനാപ്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു കോശവും തമ്മിലുള്ള ജംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സിനാപ്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഗ്രന്ഥിയും തമ്മിലുള്ള ഫങ്ഷണൽ ജംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സിനാപ്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു സിനാപ്സ് എന്ന് വിളിക്കാം. ഒരു ന്യൂറോൺ ഉണ്ട്, മറ്റൊരു ന്യൂറോൺ ഉണ്ട്. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ചേരുന്ന ഒരു ജംഗ്ഷൻ ഇവിടെ നമുക്ക് കാണാം. ഈ ജംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സിനാപ്സ് എന്ന് വിളിക്കാം. ഇനി ഇതൊരു ന്യൂറോണും ഇവിടെ ഒരു കോശവും ഉണ്ടെങ്കിൽ ഇത് ന്യൂറോണും കോശവും തമ്മിലുള്ള ജംഗ്ഷനാണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സിനാപ്സ് എന്ന് വിളിക്കാം. ഇനി ഇതൊരു ന്യൂറോൺ ആണ്, ഇവിടെ ഒരു ഗ്രന്ഥിയാണ് ഉള്ളതെങ്കിൽ ന്യൂറോണും ഗ്രന്ഥിയും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ ജംഗ്ഷൻ ഉണ്ട്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സിനാപ്സ് എന്ന് വിളിക്കാം. സോ സിനാപ്സ് ആർ ദ ഫങ്ഷണൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിനാപ്സ് എന്ന് വിളിക്കാം. ഈ സിനാപ്സിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. സോ ഈ ഒരു കേസാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, സോ ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? സിനാപ്റ്റിക് നോബ് എന്നാണ് വിളിക്കുക അല്ലെ. ഈ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബാണിത്. ഓക്കെ ആണല്ലോ. സോ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ. ഈ ന്യൂറോണിന്റെ ആദ്യത്തെ ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. അതായത് ഒരു ന്യൂറോണിന്റെ അവസാന ഭാഗമായിട്ടുള്ള സിനാപ്റ്റിക് നോബും മറ്റൊരു ന്യൂറോണിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഡെൻഡ്രൈറ്റും. ഓക്കെ ആണല്ലോ. സോ ഇവിടെ സിനാപ്റ്റിക് നോബും ഡെൻഡ്രൈറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഉണ്ടോ? സിനാപ്റ്റിക് നോബും ഡെൻഡ്രൈറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെയും നോക്കിയാൽ നമുക്ക് കാണാം സിനാപ്റ്റിക് നോബും ഡെൻഡ്രൈറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് രണ്ട് ന്യൂറോണുകൾ അടുത്തടുത്ത് വരുമ്പോൾ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത്തരം ഗ്യാപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. മലയാളത്തിൽ അതിനെ സിനാപ്റ്റിക് വിടവ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിനാപ്സിൽ കാണുന്ന വിടവാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. നമുക്കറിയാം, ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റിമുലസ് ഇങ്ങനെ സഞ്ചരിച്ച് അവസാനം അത് ആക്സോണൈറ്റിലൂടെ എവിടെ എത്തും? സിനാപ്റ്റിക് നോബിലെത്തും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിനാപ്റ്റിക് നോബിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു രാസവസ്തു, ഒരു കെമിക്കലിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ കെമിക്കൽസിന്റെ പേരെന്തായിരുന്നു? NTR അല്ലെ, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കും. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്? സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. എവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്? രണ്ട് ന്യൂറോണുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ആ ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സിനാപ്റ്റിക് ക്ലഫ്റ്റ്. പ്രത്യേകം ഓർക്കുക, ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്? സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. സോ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് രണ്ട് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ന്യൂറോ ട്രാൻസ്മിറ്ററിനുള്ള രണ്ട് എക്സാമ്പിൾ ആണ്. ഒന്ന് അസറ്റൈൽ കൊളിൻ. ഓക്കെ. അസറ്റൈൽ കൊളിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. മറ്റൊന്നാണ് ഡോപ്പമൈൻ. ഇത് രണ്ടും പഠിച്ചു വെക്കുക. രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അസറ്റൈൽ കൊളിനും ഡോപ്പമൈനും. ഇനി എന്താണ് സിനാപ്സിന്റെ ഫംഗ്ഷൻ? അത് നിങ്ങൾ ഓർത്ത് വെക്കാം. സിനാപ്സ് ആണ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. ആവേഗത്തിന്റെ വേഗതയും ദിശയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സിനാപ്സ് ആണ്. ആവേഗത്തിന്റെ വേഗതയും ദിശയും കൺട്രോൾ ചെയ്യുന്നത് സിനാപ്സ് ആണ്. സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സിനാപ്സ് ആണ്. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഓർത്ത് വയ്ക്കുക. സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ വരുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ സിനാപ്റ്റിക് നോബ് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടേക്കാണ് വരുന്നത്? സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്കാണല്ലോ വരുന്നത്. ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ നിന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടേക്ക് പോകും? അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പോകും. എന്നിട്ട് ഡെൻഡ്രൈറ്റിൽ ഒരു പുതിയ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം ഉണ്ടാക്കും. ഈ ആവേഗം ഈ രണ്ടാമത്തെ ന്യൂറോണിലേക്ക് കയറും. ഇതിങ്ങനെ പോയി ഇവിടെ നിന്ന് എന്ത് റിലീസ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. എവിടേക്കാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ റിലീസ് ചെയ്യില്ലേ? അത് എവിടേക്കാണ് റിലീസ് ചെയ്യുക? സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്കാണല്ലേ. ഇവിടെയും എന്തുണ്ടായിരിക്കും? അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ഉണ്ടാവുമല്ലോ.
സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതെന്താണ്? സിനാപ്റ്റിക് ക്ലഫ്റ്റ് തന്നെയാണ്. സോ ഇവിടെയും എന്ത് റിലീസ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടേക്ക് പോകും? ഈ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പോകും. വീണ്ടും അത് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പോകും. സോ എങ്ങനെയാണ് ട്രാൻസ്ഫർ? സോ സിനാപ്റ്റിക് ക്ലഫ്റ്റില് ന്യൂറോ ട്രാൻസ്മിറ്റർ എത്തിക്കഴിഞ്ഞാൽ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് കയറുകയും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. സോ വീണ്ടും അടുത്ത ന്യൂറോണിലേക്ക് കയറും, വീണ്ടും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പോകും. അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന ഏരിയയിലൂടെയാണ്, സിനാപ്സിലൂടെയാണ്. അവിടെ സിനാപ്റ്റിക് ക്ലഫ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓർത്തുക. ന്യൂറോണിലൂടെ ഇമ്പൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിങ്ങനെ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യും. അത് വീണ്ടും അടുത്ത ന്യൂറോണിലേക്ക് പോകും. അത് സിനാപ്റ്റിക് ക്ലഫ്റ്റിലൂടെയാണ് ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. ആക്സോണുകളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡികൾ എന്നുള്ളത്. നെർവ്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ നെർവ്സ് മീൻസ് ദേ ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. ആക്സോണുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് നെർവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഡികൾ എന്ന് പറയുന്നത്. നാഡികളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. 3 തരത്തിലുള്ള നാഡികളാണുള്ളത്. ഒന്ന് സെൻസറി നെർവാണ്, സംവേദ നാഡിയാണ്. രണ്ടാമത്തത് മോട്ടോർ നെർവാണ്, പ്രേരക നാഡിയാണ്. മൂന്നാമത്തത് മിക്സഡ് നെർവാണ്, സമ്മിശ്ര നാഡിയാണ്. ഓക്കെ, സോ 3 ടൈപ്പ് നാഡികളാണുള്ളത്. സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ്. സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. സംവേദ നാഡികൾ എന്താണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉദ്ദീപനത്തെ സ്വീകരിച്ച് സുഷുമ്ന വഴി തലച്ചോറിലെത്തിക്കുന്ന നാഡിയാണ് സംവേദ നാഡി എന്ന് പറയുന്നത്. സോ സെൻസറി നെർവ് ട്രാൻസ്ഫർ ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ഇൻ ടു ബ്രെയിൻ. ഇനി മോട്ടോർ നെർവ്സ് എന്താണ് ചെയ്യുക? പ്രേരക നാഡി എന്താണ് ചെയ്യുന്നത്? തലച്ചോറിൽ രൂപപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളെ തിരിച്ചു ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പ്രേരക നാഡിയാണ്. സോ മോട്ടോർ നെർവ്സ് ട്രാൻസ്ഫർ മോട്ടോർ ഇമ്പൾസസ് ഫ്രം ബ്രെയിൻസ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ഓർ കൺസേൺഡ് ബോഡി പാർട്സ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന നെർവാണ് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ഒരു ചൂടുള്ള വസ്തുവിനെ നിങ്ങൾ കൈകൊണ്ട് തൊടുന്നു എന്ന് വിചാരിക്കുക. ഉടനെ നിങ്ങൾ കൈ പിൻവലിക്കും. ഓക്കെ അല്ലേ? ചൂടുള്ള വസ്തുവിനെ തൊടുമ്പോൾ കൈ പിൻവലിക്കും. ഇതൊരു റെസ്പോൺസ് ആണ്. ഈ റെസ്പോൺസിലുള്ള സംവേദ നാഡിയും പ്രേരക നാഡിയും ഫംഗ്ഷൻ വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സോ ഇവിടെ ചൂടുള്ള ഒരു വസ്തുവിലാണ് നിങ്ങൾ തൊട്ടിട്ടുള്ളത്. സോ അവിടെ ആ സ്പർശമാണ് അവിടുത്തെ ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അല്ലെ? ചൂടുള്ള വസ്തുവിനെ നിങ്ങൾ തൊടുന്ന സമയത്ത് ആ സ്പർശമാണ് അവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത്. സോ ഈ സ്പർശത്തെ ആര് സ്വീകരിക്കുന്നുണ്ടാവും? ടച്ച് റിസപ്റ്റർ, സ്പർശഗ്രാഹികൾ സ്വീകരിക്കുന്നുണ്ടാവും. എവിടെയുള്ള? കൈയിലുള്ള. സോ നിങ്ങൾ കൈകൊണ്ട്, കൈയിന്റെ വിരലാണ് ചൂടുള്ള വസ്തുവിൽ തൊടുന്നതെങ്കിൽ കൈയിന്റെ വിരലിലുള്ള സ്പർശഗ്രാഹികൾ ഈ സ്പർശം കൊണ്ടാണ് ഈ ചൂടിനെ സ്വീകരിക്കുന്നത്. സോ അവിടുത്തെ ടച്ചാണ് അവിടുത്തെ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. കയ്യിലുള്ള സ്പർശഗ്രാഹികൾ ആ ഉദ്ദീപനത്തെ സ്വീകരിച്ചു. ഓക്കെ അല്ലേ? ഇനി ആ ഉദ്ദീപനത്തെ എവിടെ എത്തിക്കണം? നിങ്ങളുടെ തലച്ചോറിൽ എത്തിക്കണം. തലച്ചോറാണല്ലോ നിങ്ങൾക്ക് കൈ വലിക്കാനുള്ള സന്ദേശം തരുന്നത്. അതെങ്ങനെയാത്താൻ നോക്കുക. സോ ഈ ഒരു റിസപ്റ്റർ, ടച്ച് റിസപ്റ്ററിൽ നിന്നും ആ ഉദ്ദീപനം അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് നേരെ ചെല്ലുന്നത് എവിടേക്കാണ്? സെൻസറി നെർവിലേക്കാണ്, അല്ലെങ്കിൽ സംവേദ നാഡിയിലേക്കാണ്. സോ സംവേദ നാഡിയാണ് കയ്യിൽ നിന്നും ആ സന്ദേശത്തെ എവിടെ എത്തിക്കുന്നത്? സുഷുമ്നയിൽ എത്തിക്കുന്നത്. നമ്മുടെ നട്ടെല്ലിലാണ് ആദ്യത്തെ. നട്ടെല്ലിലൂടെയാണല്ലോ അത് എവിടേക്ക് പോവുക? തലച്ചോറിലേക്ക് പോവുക. സോ സംവേദ നാഡി അതിനെ എവിടെ എത്തിക്കും? സുഷുമ്നയിൽ എത്തിക്കും. സുഷുമ്നയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മിക്സഡ് നെർവ് അഥവാ സമ്മിശ്ര നാഡി വഴി അത് എവിടെ എത്തും? തലച്ചോറിലെത്തും. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. കയ്യിൽ നിന്നും ആ സന്ദേശത്തെ സംവേദ നാഡി എവിടെ എത്തിക്കുന്നു? സുഷുമ്നയിൽ എത്തിക്കുന്നു. സുഷുമ്നയിൽ നിന്നും സമ്മിശ്ര നാഡി എവിടെ എത്തിക്കും? തലച്ചോറിലെത്തിക്കും. തലച്ചോറ് ആ സന്ദേശത്തെ പരിശോധിച്ച് നോക്കും. അപ്പൊ തലച്ചോറിന് മനസ്സിലാവും ഇത് ചൂടുള്ള ഒരു സാധനമാണ്. സോ കൈ പിൻവലിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കണം. അപ്പൊ തലച്ചോറ് എന്ത് ചെയ്യും? ആ നിർദ്ദേശത്തെ ഉണ്ടാക്കി തിരിച്ച് എവിടെ കൊടുക്കണം? കൈയിലേക്ക് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ കൈ വലിക്കുന്ന പ്രതികരണം ഉണ്ടാകും. അതെങ്ങനെയാ നോക്കി? തലച്ചോറ് തിരിച്ചുള്ള സന്ദേശത്തെ ആർക്ക് കൊടുക്കും? സമ്മിശ്ര നാഡിക്ക് തന്നെ തിരിച്ചു കൊടുക്കും. സമ്മിശ്ര നാഡി അതിനെ തിരിച്ച് എവിടെ എത്തിക്കും? സുഷുമ്നയിൽ എത്തിക്കും. അല്ലെ? നമുക്കറിയാം തലച്ചോറിലേക്ക് പോകുന്നതും വരുന്ന എല്ലാം ഏതിലൂടെയാണ്? നട്ടെല്ലിലൂടെയാണ്, സുഷുമ്നയിലൂടെയാണ്. സോ തലച്ചോറ് തിരിച്ചുള്ള സന്ദേശത്തെ ഇതേപോലെ തന്നെ മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി വഴി എവിടെ എത്തിക്കും? സുഷുമ്നയിൽ എത്തിക്കും. സുഷുമ്നയിൽ നിന്ന് പിന്നീട് മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക നാഡി അതിനെ എവിടേക്ക് കൊണ്ടുപോകും? കൈയിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? കൈ പിൻവലിക്കുക. ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അല്ലെ? വളരെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ വളരെ സെക്കൻഡിൽ ഇത് നടക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക,
സംവേദനാഡിയുടെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉദ്ദീപനത്തെ സ്വീകരിച്ച് സുഷുമ്നയിൽ എത്തിക്കുക. സുഷുമ്ന വഴി എവിടെ എത്തിക്കുക? തലച്ചോറിലെത്തി. ഇനി പ്രേരക നാഡിയുടെ ധർമ്മം എന്താണ്? തലച്ചോറിൽ രൂപപ്പെട്ട സന്ദേശങ്ങളെ സുഷുമ്ന വഴി ശരീരത്തിന്റെ ഏതാണോ ബന്ധപ്പെട്ട അവയവം അവിടെ എത്തിക്കുന്നതാണ് പ്രേരക നാഡി അല്ലെങ്കിൽ മോട്ടോർ നെർവ്. ഈ സ്പൈനൽ കോഡ്, സുഷുമ്നയും തലച്ചോറും തമ്മിൽ ഒരു കണക്ഷൻ വേണം. അത് ചെയ്യുന്നത് ആരാണ്? മിക്സഡ് നെർവാണ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡിയാണ്. സോ ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അതിന്റെ മൂന്നിന്റെയും ധർമ്മം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ന്യൂറോണുകളെയും തരംതിരിച്ചിട്ടുണ്ട്. സംവേദനാഡി കൊണ്ടുപോകുന്ന സന്ദേശം, ആ ന്യൂറോണിനെ നമ്മൾ എന്ത് വിളിക്കും? സെൻസറി ന്യൂറോൺ എന്ന് വിളിക്കും. സെൻസറി ന്യൂറോൺ. ഓക്കെ. സംവേദനാഡി കൊണ്ടുപോകുന്ന സന്ദേശങ്ങൾ ആരിലൂടെയാ പോവുക? സെൻസറി ന്യൂറോണിലൂടെയാണ് പോവുക. അങ്ങനെയാണെങ്കിൽ മോട്ടോർ നെർവ്, പ്രേരക നാഡി കൊണ്ടുപോകുന്ന സന്ദേശങ്ങൾ ഏത് നെർവിലൂടെയാണ് പോവുക? മോട്ടോർ ന്യൂറോണിലൂടെയാണ് പോവുക. ഓക്കെ. അപ്പൊ രണ്ട് തരത്തിലുള്ള ന്യൂറോണുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് സെൻസറി ന്യൂറോണാണ്. സംവേദനാഡി കൊണ്ടുപോകുന്ന സന്ദേശങ്ങൾ പോകുന്നത് സെൻസറി ന്യൂറോണിലൂടെയാണ്. പ്രേരക നാഡി കൊണ്ടുപോകുന്ന സന്ദേശങ്ങൾ പോകുന്നത് മോട്ടോർ ന്യൂറോണിലൂടെയാണ്. നമ്മൾ തുടക്കത്തിൽ ഒരു കഥ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രാജുവും രവിയും തമ്മിലുള്ള കഥ. ഈ കഥയിലെ ഒരു ഇൻസിഡന്റ് നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. അവിടെ രാജു മതില് ചാടിയ സമയത്ത് കാലിൽ മുള്ളു കൊണ്ടൊരു രംഗം ഉണ്ടായിരുന്നു അല്ലെ? കാല് മുള്ളിൽ തറച്ച പാട് കാല് പിൻവലിച്ചു. അയ്യോ എന്റെ കാല് മുള്ളിൽ കുടുങ്ങിയേ എന്ന് പറഞ്ഞിട്ടല്ല അവിടെ കാല് പിൻവലിച്ചത് അല്ലെ? പെട്ടെന്ന് നടക്കും. നമുക്ക് ഇതുപോലെ ഒരുപാട് റെസ്പോൺസുകൾ പെട്ടെന്ന് നടന്നിട്ടുണ്ടാകും അല്ലെ? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് ഉറങ്ങുകയെന്ന് വിചാരിക്കുക, നല്ല രീതിയിൽ നിങ്ങൾ ഉറങ്ങുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ അനുജനോ അനിയത്തിയോ ആരെങ്കിലും ഒരാള് ഒരു തണുത്ത ഐസ് കട്ട എടുത്തിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ കാലിൽ എവിടെയെങ്കിലും വെച്ചു. പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി എണീക്കില്ല, തണുപ്പ് കൊണ്ട് അല്ലെ? അല്ലാതെ അയ്യോ എന്റെ കാല് തണുത്തേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ണുറക്കല്ലോ, പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അല്ലെ? അതുപോലെ നിങ്ങളുടെ കൈ ചൂടുള്ള ഒരു വസ്തുവിൽ തൊട്ടു, അയ്യോ എന്റെ കൈ പൊള്ളിയെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ കൈയെടുക്കുന്നത്, പെട്ടെന്ന് കൈയെടുക്കും. അപ്പൊ ഇത്തരത്തില് വളരെ പെട്ടെന്ന് നടക്കുന്ന റെസ്പോൺസുകളുണ്ട്. അത്തരം റെസ്പോൺസുകളെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ളത്. റിഫ്ലക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സ് പ്രവർത്തനം എന്നാണ് പറയുക. ഓക്കെ. അപ്പൊ റിഫ്ലക്സ് പ്രവർത്തനത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാ നോക്കി? ഒന്ന് സഡൻ ആയിരിക്കും, പെട്ടെന്ന് നടക്കും, വളരെ സഡൻ ആണ്. സെക്കൻഡ് ആക്സിഡന്റൽ ആണ്. ആക്സിഡന്റൽ മീൻസ് ആകസ്മികമായി നടക്കുന്ന പ്രവർത്തനമാണ്. മൂന്നാമത്തേത് മൊമെന്ററി ആണ്. മൊമെന്ററി മീൻസ് വളരെ വേഗത്തിൽ, വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഇൻവോളണ്ടറി ആണ്, അനൈച്ഛികമായിട്ട് നടക്കുന്നതാണ്. ഐച്ഛികമല്ല, അനൈച്ഛികമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. സോ നോക്കി, അപ്പൊ എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്നും ആകസ്മികമായും ക്ഷണിക നേരത്തേക്ക് ഉണ്ടാകുന്ന അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആക്ഷൻ അഥവാ റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനം ഒരിക്കലും സ്ലോ അല്ല, പെട്ടെന്ന് നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പൊള്ളി, അയ്യോ എന്റെ കൈ പൊള്ളി എന്ന് പറഞ്ഞില്ല നമ്മൾ പിൻവലിക്കും. തുടർന്ന് ഉടനെ തന്നെ പിൻവലിക്കും. സഡൻ ആണ്, ആക്സിഡന്റലാണ്, നമ്മൾ അറിയാതെ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇൻവോളണ്ടറി എന്ന് വിളിക്കുന്നത്. ദെൻ മൊമെന്ററി ആണ്, കുറച്ചു നേരത്തേക്ക് മാത്രമേ ഈ റെസ്പോൺസ് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ അത്തരത്തിൽ നടക്കുന്ന പ്രതികരണങ്ങളെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും മിക്സഡ് ന്യൂറോണിന്റെയും ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് ആ ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കും. ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം കടന്നു പോകുന്ന ഒരു സഞ്ചാര പാതയുണ്ട്. ആ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് ആർക്ക് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോരുത്. റിഫ്ലക്സ് പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ റിഫ്ലക്സ് പ്രവർത്തനത്തില് ആവേഗത്തിന്റെ, ഇമ്പൾസിന്റെ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ പാത്ത് വേ ഓഫ് ഇമ്പൾസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ ഈസ് കോൾഡ് റിഫ്ലക്സ് ആർക്ക്. ആ റിഫ്ലക്സ് ആർക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഒരു ഉദ്ദീപനം ഉണ്ടായിരിക്കും. ആ ഉദ്ദീപനത്തെ ഒരു ഗ്രാഹി, ഒരു റിസപ്റ്റർ സ്വീകരിക്കും. റിസപ്റ്റർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് സെൻസറി ന്യൂറോൺ അതിനെ സുഷുമ്നയിലെത്തിക്കും. സുഷുമ്നയിൽ നിന്നും അതിനെ തലച്ചോറിലെത്തിക്കുന്നത് സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് ന്യൂറോൺ ആണ്. പിന്നീട് തലച്ചോറിൽ നിന്ന് തിരിച്ചുള്ള സന്ദേശം സുഷുമ്നയിലെത്തും. അതും സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ് വഴിയാണ്. പിന്നെ സുഷുമ്നയിൽ നിന്നും പ്രേരക നാഡി അഥവാ മോട്ടോർ നെർവ് വഴി അത് ഏതാണോ ബന്ധപ്പെട്ട അവയവം അല്ലെങ്കിൽ ഭാഗം അല്ലെങ്കിൽ പേശി അവിടെ എത്തും. അപ്പോഴാണ് ഒരു
പ്രതികരണങ്ങൾ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഡയഗ്രാം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. റിഫ്ലക്സ് പ്രവർത്തനത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡാണ് കൺട്രോൾ ചെയ്യുന്നത്. അത്തരം റിഫ്ലക്സ് പ്രവർത്തനത്തെ സ്പൈനൽ റിഫ്ലക്സ് എന്ന് വിളിക്കും. അതായത് നമ്മുടെ തല ഒഴികെ ബാക്കി ഭാഗത്ത് നടക്കുന്ന എല്ലാ റെസ്പോൺസും സ്പൈനൽ റിഫ്ലക്സ് ആണ്. കൈ ചൂടുള്ള വസ്തുക്കൾ തൊടുമ്പോൾ പിൻവലിക്കുന്നത് ഒരു സ്പൈനൽ റിഫ്ലക്സ് ആണ്. കാല് മുള്ളിൽ ചവിട്ടുന്ന സമയത്ത് പിൻവലിക്കുന്ന ഒരു സ്പൈനൽ റിഫ്ലക്സ് ആണ്. കാല് ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള എഡ്ജസിൽ തട്ടുന്ന സമയത്ത് പിൻവലിക്കുന്നത് സ്പൈനൽ റിഫ്ലക്സ് ആണ്. ഇത്തരത്തില് തല ഒഴികെ ബാക്കി ഭാഗത്ത് നടക്കുന്ന എല്ലാ റിഫ്ലക്സ് പ്രവർത്തനവും കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. പ്രധാന കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ സ്പൈനൽ റിഫ്ലക്സ് എന്ന് വിളിക്കും. എന്നാൽ തലയിൽ നടക്കുന്ന ചില റെസ്പോൺസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ ടോർച്ച് അടിക്കുന്ന സമയത്ത് കണ്ണ് ചിമ്മും. ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. രാജുവിന്റെ കണ്ണിലേക്ക് ടോർച്ച് അടിച്ച സമയത്ത് അയാൾ കണ്ണ് ചിമ്മിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി കണ്ണ് ചിമ്മിയിട്ടുണ്ടായിരുന്നു, അല്ലെ? അതൊരു തലയിൽ നടക്കുന്ന ഒരു റെസ്പോൺസ് ആണ്. അത്തരം റെസ്പോൺസ് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ സെറിബ്രൽ റിഫ്ലക്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സ് പ്രവർത്തനം സ്പൈനൽ റിഫ്ലക്സ് എന്നും സെറിബ്രം കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സ് പ്രവർത്തനം സെറിബ്രൽ റിഫ്ലക്സ് എന്നും അറിയപ്പെടും. തലയുമായി ബന്ധപ്പെട്ട എല്ലാ റിഫ്ലക്സ് പ്രവർത്തനവും സെറിബ്രൽ റിഫ്ലക്സ് ആണ്. തല ഒഴികെ ബാക്കി ഭാഗത്തുള്ള റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത് സ്പൈനൽ റിഫ്ലക്സ് ആണ്.